സാരിയുടെ സെക്കൻഡ് പാർട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് സെറ്റാക്കി വെക്കട്ടെ. കുറേ അപ്പം പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ആദ്യം നമ്മൾ നെക്ക് തമ്മിലാണ് കൂട്ടിയെടുക്കുന്നത്. ഈ പൊഷൻ്റെ നെക്കില്ലേ, ഷോൾഡർ, ഈ പൊഷൻ. അപ്പം അതിന് ഇത് സ്ലീവ്, ഇത് നെക്കിൽ ചെയ്യാനുള്ളത്. ഇത് ബാക്ക് പോർഷൻ കിട്ടി. ഈ ബാക്കും ഫ്രണ്ടും കൂടെ നമുക്ക് ഷോൾഡർ ഇങ്ങനെ അടിക്കാം കേട്ടോ. ഇത് നമ്മുടെ താഴത്തെ ഫ്രില്ലിടുന്ന ആ പോർഷനാണിത്. നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തില്ലേ അത്. അപ്പം ഇത് മാറ്റി വെക്കാം, ലാസ്റ്റ് ഇത് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷോൾഡർ അടിക്കാം. അതിനു വേണ്ടി കാണിക്കാം. അപ്പം അതിനു വേണ്ടി ഇതിൻ്റെ ഗുഡ് സൈഡ്, നല്ല വശം, ഇതിൻ്റെ നല്ല വശം അല്ല, ആദ്യമേ ഇതെടുക്കാം. ഇതിൻ്റെ നല്ല വശം, ബാക്ക് പോർഷൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും ഇങ്ങനെ വെക്കാം. കാണാവോ? ഇതാണ് നെക്കണ്ട. ഇത് നല്ല വശം, ഷോൾഡറിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് വെക്കണേ. ഇതാ ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്യും. ഇനി മറ്റേ ഷോൾഡറും കൂടെ. നൂലൊന്നും വെട്ടണ്ട കേട്ടോ. ഇത് മാറ്റി വെക്കുക. നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്തത് ചെയ്യാം കേട്ടോ. ഇത് സ്ലീവിൻ്റെ താഴെ ഭാഗം, നമുക്ക് ഇത് സ്ലീവ്. അപ്പോൾ ഈ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് മടക്കി അടിക്കണ്ടേ, അപ്പോൾ അത് ചെയ്യാം. ഇത് താഴെ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത്, അവിടെ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ അടുത്ത സ്ലീവിലെ അതിൻ്റെയും താഴെ ഭാഗം അതേ അളവിൽ തന്നെ രണ്ട് മടക്ക് കൊടുക്കുക, സ്റ്റിച്ച് കൊടുക്കുക. ഭാഗില്ലേ മറ്റേ ഫ്രണ്ട് വീനെക്കിനും ബാക്കിൽ ക്രോസ് പീസ് രണ്ടെണ്ണം, അത്ര ഒന്നും വേണ്ടി വരില്ല. പിന്നെ ഫ്രണ്ടിലെ വീനെക്കിന് വേണ്ടി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും ബാക്കിലേക്കുള്ള ക്രോസ് പീസിൻ്റെ നല്ല വശവും ഇതാ ഇങ്ങനെ വെക്കുക, ഒരു സ്റ്റിച്ച് കൊടുക്കുക. കെട്ടിടണം കേട്ടോ, നല്ല സ്ട്രോങ് സ്റ്റിച്ച് ആയിക്കോട്ടെ. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ നല്ല വശവും അതിൻ്റെ ബാക്കി, പിന്നെ ഈ ക്രോസ് പീസും കൂടെ നല്ല വശം കറക്റ്റ് ഇങ്ങനെ വെക്കുക. ഇത്ര ഉള്ളു പരിപാടി. എന്നിട്ട് നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ ഇരിക്കുവാണല്ലോ, ഇത് കറക്റ്റ് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും. ഇതാണ് നെക്കിൽ നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ലീവ് രണ്ടും നമ്മൾ റെഡിയാക്കിയല്ലോ, ഇത് മാറ്റി വെക്കാം. ഇനി ഷോൾഡർ നമ്മൾ ഓവർലോക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഓവർലോക്ക് ചെയ്തിട്ട് വരാവേ. ഇവിടെ ഓക്കെ പറയാം. അപ്പോൾ നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ട് വന്നേക്കോട്ടോ. രണ്ട് സൈഡ് ഇങ്ങനെ ഓവർലോക്ക് ആക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ രണ്ട് സൈഡും ചെയ്തു. ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷൻ സെറ്റാക്കാം. അപ്പോൾ അതിനുവേണ്ടി നല്ല വശം ഇങ്ങനെ വെച്ചിടുക. എന്താ ആണോ?
എന്നിട്ട് ഇതിൽ വി പോർഷൻ ഇല്ലേ നമ്മൾ കട്ട് ചെയ്തേ, അതിൻ്റെ അവിടെ ഈ ഒരു മിഡിലായിട്ടൊരു ചോക്ക് വെച്ചൊരു ലൈൻ വരയ്ക്കുക. എളുപ്പത്തിനാണ്, എനിക്കിതാണ് സിമ്പിൾ നമുക്ക് പറയാം. കണ്ട ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം അല്ലേ. എന്നിട്ട് ഒരു പിന്നെടുക്കുക. ഈ വി കട്ടും ഇതിൻ്റെ നല്ല വശം വേണേ, ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു പിന്ന് കുത്തി വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇത് ഒരേപോലെ വെച്ച്, എന്നിട്ട് ഇത് കുറച്ച് വിട്ടിട്ട് ഇതിങ്ങനെ കുറച്ച് ഓപ്പൺ ആക്കി വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കുത്തി ഇങ്ങനെ കറക്കി ഇവിടെ വരെ എടുക്കണം. ഓക്കെ, ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരേപോലെ ഇരിക്കണേ, എന്ന് വെച്ചാൽ ഈ രണ്ടും ഇവിടെ കുറച്ച് ഇതിവിടെ വിട്ടു, ഇവിടെ നമ്മൾ കുറച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ലാസ്റ്റ് എന്തിനാന്ന് പറയാം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരേ വിടത്തിൽ തയ്ച്ചു പോവാം. ഈ ലൈൻ വിട്ടിട്ടില്ലേ അവിടെ പോയിൻ്റായിട്ട് കുത്തി നിർത്തണം, എന്നിട്ട് തിരിച്ചെടുക്കണം. വി ഷേപ്പ് വരാൻ വേണ്ടി കേട്ടോ. ഇങ്ങനെ തന്നെ ആ പിന്നൂരി മാറ്റിയിട്ട് സെയിം ഇതിൽ വിടത്തിൽ അടിച്ചു പോവുക. കണ്ടോ, ഇത് ഞാൻ വിട്ട ഭാഗമില്ലേ, അത് കണ്ടോ, ഇങ്ങനെ മാറ്റി വെക്കുക. എന്നിട്ട് ഈ കറക്റ്റ് വിട്ട് തീരുന്ന ഇവിട്ടം വരെ ഇത് അടിക്കണം കേട്ടോ. നിർത്തുന്നു കറക്റ്റ്, അതിൻ്റെ പൊക്കത്തോട്ട് കയറിപ്പോയില്ല കേട്ടോ. നിർത്തി കഴിഞ്ഞിട്ട് ഇതെടുക്കുന്നു, കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിത് പുറത്തോട്ട് എടുക്കാം. എന്നിട്ട് ഇത് കണ്ടോ, ഇപ്പോൾ 2 പാർട്ടായിട്ടിരിക്കുന്നുണ്ടോ. ഇനി ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെക്കണം. ഈ 2 പാർട്ടായിട്ടിരിക്കുന്നു, അതിങ്ങനെ ഒരുമിച്ച് വെക്കണം. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. എന്നിട്ട് ഇവിടുന്ന് കറക്റ്റ് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം, നേരെ സ്ട്രെയിറ്റ് ആയിട്ട്. കട്ട് ചെയ്തെടുക്കുക. ബാക്കി എക്സ്ട്രാ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇത് ഇവിടെ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ കറക്റ്റായി. അപ്പം നമുക്ക് വീട് അവിടെ ഈ വീടില്ലേ നമ്മൾ വരച്ച് വെച്ച് ഈ വീട് പോയെങ്കിൽ നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം. കറക്റ്റാണ് സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ വരെ കട്ട് ചെയ്യുക. ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പം തിരിച്ച് വെച്ച് നോക്കണം. ഇതിങ്ങനെ തിരിച്ച് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വരും. ഇങ്ങനെ വരും, ഒരു പ്രശ്നവുമില്ലാതെ. അപ്പോൾ നമുക്കിനി തിരിച്ച് വെച്ചടിക്കാം. ഇനി ഇങ്ങനെ ഇരിക്കുവാണല്ലോ ഇപ്പോൾ. ഇനി നമുക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഈ പുറത്തോട് ഇങ്ങനെ ഒന്ന് അടിക്കാം, പതിച്ചടിക്കാം. ഇത് താഴെ വരണം. നമുക്ക് ഇപ്പം ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്.
അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം താഴെ വന്നിട്ട് ഇതിങ്ങനെ പൊക്കത്തോട്ട് വെച്ചിട്ട് ഈ ചുറ്റും ഈ സൈഡിൽ കൂടി ഇങ്ങനെ അടിക്കുക. അപ്പോൾ അതിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീട് ആ പോയിന്റ് ഇല്ലേ അവിടെ മാത്രം കുത്തിത്തിരിക്കണേ. എങ്ങനെ ഇത് തീരാനായി ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയൊരു കെട്ട് അത് കട്ട് ചെയ്ത് നൂല് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കട്ടി ഇനി നമുക്ക് തിരിച്ചടിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു മടക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈൻ വരെ കൊടുത്തിട്ട് വീണ്ടും ഒരു മടക്കം എടുക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ആവും. എന്നിട്ട് ഈ അറ്റത്ത് മടക്ക് തീരുന്നിടത്തില്ലേ അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ടിങ് എവിടെ വേണേൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീട് പോർഷൻ ഇങ്ങനെയാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു മടക്കണം, തിരിച്ചൊരു മടക്കണം, ഒരു വി ഷേപ്പിൽ തന്നെ മടക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ ഇരിക്കും. അവിടെ ഇങ്ങനെ ഇത് റൗണ്ട് സ്റ്റിച്ചും കൊടുക്കാം, വി ഷേപ്പിലും കൊടുക്കാം. കുത്തി തിരിച്ചെടുക്കാം. ഇങ്ങനെ ചുറ്റും കറക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് ഒരു ലോക്ക് കിട്ടും. നമുക്ക് എക്സ്ട്രാ നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പം നെക്ക് കഴിഞ്ഞു. നെക്ക് കണ്ടോ, നെക്ക് ഫിനിഷ്, നെക്ക് ഡൺ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് സ്ലീവ് വെക്കാം കേട്ടോ. സ്ലീവ് വെക്കാൻ വേണ്ടി ഒരു സ്ലീവ് എടുക്കുന്നു. ഈ ടോപ്പ് നല്ല വശം നമ്മൾ വെച്ചു. ഇനി ഇതിൻ്റെ നല്ല വശം, പിന്നെ ഈ മാർക്ക് കട്ട് ചെയ്തേക്കുന്നില്ലേ കാണോ, ഈ വി പോലെ, അതാണ് സെൻറ്റർ ഈ എന്താ സ്ലീവിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ കൂട്ടിയടിച്ചിരുന്ന ഈ ഭാഗവും ഈ സ്ലീവിൻ്റെ ഈ വി കട്ടുള്ള ഈ സെൻറ്റർ ഭാഗവും ഇങ്ങനെ വെക്കുക, ഇങ്ങോട്ട് വെക്കുക, അടിക്കുക. മിച്ചം വരും, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം.
നമുക്ക് തിരിച്ചും അതേപോലെ ചെയ്യാം. തിരിച്ച് ഇതിൻ്റെ പുറമേ ഒരു സ്റ്റിച്ച്, 2 സ്റ്റിച്ച് കൊടുത്തു കേട്ടോ. അതേ സ്റ്റിച്ചിൻ്റെ പുറത്തോടെ ഇങ്ങനെ താഴത്തെ തുണിയൊക്കെ അകത്തോട്ട് മാറ്റി വെച്ചിട്ട് ചേട്ടോ. പിന്നെ നമ്മൾ മറ്റേ സൈഡില്ല ഓപ്പൺ ആയിട്ടിരിക്കണം, അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. തിരിച്ചുകൂടെ അടിക്കാം കേട്ടോ. നമ്മൾ അടിച്ചതിൻ്റെ പുറത്തോട്ട് സ്ലീവൊക്കെ ഓവർലോക്ക് ചെയ്യണം. അത് നമുക്ക് താഴത്തെ ഫ്രില്ലും കൂടെ ഒക്കെ വെച്ചിട്ട് ഒരുമിച്ച് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ സ്ലീവ് റെഡി. ഇങ്ങനെ തിരിച്ചിടുമ്പോൾ കണ്ട നല്ല വശവും പെർഫെക്റ്റ്. ഇത് രണ്ടോ എക്സ്ട്രാ വന്നേക്കുന്ന സ്ലീവ് ഇത്രയും എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം അതേപോലെ തന്നെ മറ്റേ സൈഡും ചെയ്യാം. ഞാൻ ചെയ്തിട്ട് വരാം, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നു. സെയിം അതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ലൈറ്റിംഗ് ഇല്ലല്ലോ, തിരിച്ച് വെച്ചിരിക്കാം, മിഷനായിട്ട് കാണൂല. ഓക്കെ, അപ്പം സെയിം അതേപോലെ നല്ല വശം യോക്ക് പോർഷൻ്റെ സ്ലീവിൻ്റെ ഭാഗം എടുക്കുക. സ്ലീവിൻ്റെ ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതും നല്ല വശവും തമ്മിലിങ്ങനെ വെക്കുക. സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ മറ്റേതുപോലെ ചെയ്തിട്ട് വരാം കേട്ടോ. ബാക്കിലെ ഫ്രില്ല് ആദ്യം പിടിപ്പിക്കുക ഈ ടോപ്പിന്. ഇത് ടോപ്പ്, ബാക്കി നമ്മളെല്ലാം ചെയ്തല്ലോ. ഇനി ഇതിൻ്റെ ബാക്കിലെ പോർഷൻ താഴത്തെ ഭാഗം എടുത്തു ഫ്രില്ല് പിടിപ്പിക്കാനുള്ള. അതിൻ്റെ നല്ല വശം ഇങ്ങനെ വെക്കും, കാണിച്ചു തരാം. എന്താ ഇതേപോലെ നല്ല വശം വെച്ചു. സ്റ്റിച്ചിങ്ങിൻ്റെ വിട്ട് കൂട്ടത്തില്ലേ, ഇവിടെ ഒരു ലോക്ക് പോലെ ഇട്ടിട്ട് നേരെ അടിച്ച് പോവുക. കുറച്ച് നൂലിട്ടിട്ട് കട്ട് ചെയ്തിട്ട് ഈ നൂലിങ്ങനെ വലിച്ചെടുക്കുന്ന പരിപാടിയില്ലേ, അതേപോലെ ചെയ്യാം. ഒരു 5 മാറ്റി 3 ആക്കണം. അല്ല 3.5 ആക്കിയിട്ട്, അല്ല 2.5 ആക്കിയിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യും. അപ്പം ഇതും നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇല്ലേ, ഇത് ഫ്രണ്ടിൽ ചെയ്യാവേ. അപ്പം ഇങ്ങനെ വെക്കുക. നല്ല വശം യോക്കിൻ്റെ താഴെ ഭാഗം ഫ്രില്ല് വെക്കുന്ന ഭാഗം എടുക്കുക, നല്ല വശം വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഫ്രില്ല് ചെയ്തിട്ടില്ലേ, അത് നമുക്ക് നല്ല വശം താഴെ വെക്കുക. എന്ന് വെച്ചാൽ നല്ല വശം. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു മടക്കി ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ച് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ലോക്ക് കൊടുക്കും. എന്നിട്ട് സ്റ്റാർട്ടിങ് കുറച്ച് ഭാഗത്ത് ഫ്രില്ല് വേണ്ട കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നതായിട്ട് കുറച്ച് ഭാഗം വിട്ടിട്ട് ഇതിൻ്റെ എൻഡ് പോർഷനില്ലേ, അവിടെ ഈ ഫ്രില്ല് കറക്റ്റ് തീരണം. സോ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടും ഇവിടെ കറക്റ്റ് തീരണം.
പിന്നെ കുറച്ച് ഇവിടെ ഈ അറ്റത്ത് നമ്മളിങ്ങനെ ഒരു മടക്ക്, പിന്നെ ഒരു മടക്ക്, സ്ലിറ്റ് ഇടാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് ഈ എൻഡ് നല്ല വശത്തോടെ ഇങ്ങനെ വെക്കുക. ഒരു പിന്നെ വെച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി ഫ്രില്ല് നമുക്ക് ഒരേപോലെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. കൂടിയും കുറഞ്ഞിരിക്കല്ലേ, നമ്മൾ ഒരേപോലെ വെക്കാം. ഇങ്ങനെ ഒരേപോലെ അറേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് പുറത്തോടെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. തുണി കയറി ഇറങ്ങിയിരിക്കാൻ നോക്കിയാൽ മതി കേട്ടോ. നമുക്കൊരു പിടിക്കാൻ വേണ്ടി ജസ്റ്റ് രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നേരെ തുണി കയറി ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇങ്ങനെ അടിച്ച് വിടുക. തുണി തിങ്ങിയിരിക്കുന്നിടത്തൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. കറക്റ്റ് ഫിനിഷായി. അപ്പം റെഡി. മറ്റേ ബാക്കും ഇങ്ങനെ തന്നെ ചെയ്യണേ. ഇനി ഇത് ഒരു സ്റ്റിച്ചും കൂടെ ഇങ്ങനെ സെയിം കൊടുക്കണം. പിന്നെ ഓവർലോക്കും ഇവിടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും. നന്നായിട്ട് ഫ്രില്ലൊക്കെ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒന്നുകൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം, ഓവർലോക്കും ചെയ്യണം. അതേപോലെ സ്ലീവിൻ്റെ ഭാഗം ഓവർലോക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ സൈഡും കൂടെ ബാക്കും കൂടെ ചെയ്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഓക്കെ, ബൈ. നമ്മൾ ഓവർലോക്കും ചെയ്തു, 2 സ്റ്റിച്ചും നമ്മൾ ഫ്രില്ലിൻ്റെ അവിടെ ചെയ്തു. പിന്നെ സ്ലീവിലും ഓവർലോക്ക് ചെയ്തിട്ടാ. അപ്പം നമ്മുടെ കുർത്തിയുടെ ലുക്ക് വന്നിട്ട് ഫ്രില്ലുണ്ടോ? താഴ്ത്തി വെക്കാം. ഇതിപ്പോൾ ഫുള്ള് കാണിക്കാം. ഫുൾ സ്ലീവ് നമുക്ക് സൈഡ് അടിക്കുന്നത് ഇവിടെ വരെ സൈഡ് അടിക്കണം. പിന്നെ ഈ നമ്മളിവിടെ മടക്കി വെച്ചാണല്ലോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഓൾറെഡി. അപ്പം ഈ മടക്ക് ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് താഴെ വരെ അടിക്കണം. എന്നിട്ട് അതേ കണ്ടിന്യൂ തന്നെ നമുക്ക് ഏറ്റവും താഴത്തെ ഇതില്ലേ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇവിടെയും മടക്കി അടിച്ച് ഇങ്ങനെ ചുറ്റും മടക്കി അടിച്ച് നമുക്ക് സ്ലിറ്റ് ചെയ്യാം. 2 സൈഡിലും അതേപോലെ ചെയ്യണം. അതിനുശേഷം ഇവിടെ സ്ലീവ് തൊട്ട് ഇവിടെ വരെ കൂട്ടി അടിക്കണം. എന്നിട്ട് അത് ഓവർലോക്ക് ചെയ്യണം. അപ്പം
എന്നിട്ട് കറക്റ്റ് ഷേപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കുർത്തി റെഡി. പിന്നെ ലേബലും കൂടെ വെക്കണം. ഓക്കെ വാ, അപ്പോൾ നമുക്ക് ചെയ്യാം. സ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? സ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കമോൺ ഗൈസ്, ഞാനിങ്ങനെ കുർത്തി ഇവിടെ മിഷാനി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്ലിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫ്രില്ലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ടില്ലേ, അത് അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് മറ്റേ എൻഡിൽ നമുക്കിത് തീർക്കാം കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഈ മടക്കി വെച്ച അതേ ഇതിൽ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ എൻഡിലെത്തുമ്പോൾ നമുക്ക് താഴെ മടക്കി അടിക്കാനുള്ളത് ഇങ്ങനെ ഇതിൻ്റെ മടക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതും ചെയ്യാം. അപ്പം തിരിച്ചെടുക്കുക. എന്നിട്ട് ഇതേ മടക്കുക. ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. ഇവിടെ എൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ ഇവിടെ ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുത്തുക. എന്നിട്ട് തിരിച്ചു വെക്കുക നേരെ മുഖത്തോട്ട്. ചുറ്റും ചെയ്തു. 2 സ്ലിറ്റും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് തമ്മിൽ കൂട്ടിയടിക്കാം. അപ്പം അതിനു വേണ്ടി നല്ല വശവും തന്നെ തിരിച്ചിട്ടിട്ട് നല്ല വശവും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് സ്ലീവ് തൊട്ട് നമുക്ക് കൂട്ടിയടിക്കാം. ഈ വേസ്റ്റിൻ്റെ അവിടം വരെ അടിക്കാവുള്ളൂ. ആ സ്ലിറ്റിൻ്റെ അവിടെ തൊട്ട് എന്ന് വെച്ചാൽ ഈ ഫ്രില്ല് തുടങ്ങുന്ന അവിടെ തൊട്ട് അടിക്കാം. അവിടം വരെ അടിക്കാവുള്ളൂ. അവിടെ തൊട്ട് അടിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ഇവിടം വരെ അടിക്കാവൂ. കണ്ടോ? അപ്പോൾ ഈ സ്ലീവ് തൊട്ട് അടിക്കാം. എങ്ങനെ വെക്കാല്ലേ? സ്ലീവിൻ്റെ ഇത് രണ്ടും ഒരുമിച്ച് വെച്ച് കയറി ഇറങ്ങാനും പാടില്ല. കറക്റ്റ് ഇവിടെ വെക്കാം. ഇവിടെ ആകുമ്പോൾ ഇവിടെ ഒരുമിച്ച് വെച്ചിട്ട് ഇത് പൊക്കത്തോട്ട് വെക്കണം കേട്ടോ. നമ്മുടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗമില്ലേ, അതിനെ പൊക്കത്തോട്ട് വെച്ചിട്ട് അടിച്ചു. എടുക്കുക. അതേപോലെ മറ്റേ സൈഡും ചെയ്യുക. എന്നിട്ട് ലേബലൊക്കെ വെക്കാം. കുർത്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിട്ടിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് വന്നിട്ട് കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഷേപ്പ് ചെയ്യാം. ഞാൻ ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ട് ഇതാണ് ഫിറ്റ്. ഷേപ്പ് ചെയ്യുന്നതോടെ കാണിക്കാവേ. എൻ്റെ മീഡിയം സൈസാണ്. നമ്മൾ ആദ്യം ടേബിളിലോട്ട് ഇത് വിരിച്ചിടുക. അകത്തെ ഭാഗത്താണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അകത്തെ ഭാഗം പുറത്ത് തിരിച്ചിട്ടിട്ട് വേണം. എന്നിട്ട് ഇങ്ങനെ മടക്കുക. ഹാഫായിട്ട് വെക്കുക. ഇതൊക്കെ ഈ ആം ഹോളിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുക. നിങ്ങളുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ബസ് സൈസ് ഇവിടെ മാർക്ക് ചെയ്യണം, ഫേസ് സൈസ് ഇവിടെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ വരയ്ക്കുക. പിന്നെ സ്ലീവിൻ്റെ സൈസ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതേപോലെ മറ്റേ സൈഡ് കോപ്പി ചെയ്യുക, സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഞാൻ ചോക്ക് എടുത്തിട്ട് വരയ്ക്കട്ടെ. ഗൈസ് ഇങ്ങനെ മാർക്ക് ചെയ്തല്ലോ, ഇതേപോലെ തന്നെ കോപ്പി ചെയ്യാൻ വേണ്ടി നമുക്ക്
ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക, ബെസ്റ്റിൻ്റെ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. നമ്മൾ ഒരുമിച്ചാണല്ലോ വെച്ചേക്കുന്നത്. പിന്നെ ഈ ആംഹോളിൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുക്കാം. പിന്നെ സ്ലീവ്സിൻ്റെ എൻഡിൽ എവിടെയാണോ തീരുന്നത് അവിടെ ഒരു മാർക്ക്, മിഡിലിൻ്റെ ഒരു മാർക്ക്. കോപ്പി ചെയ്യാൻ വേണ്ടി ലൈൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ആംഹോളിൻ്റെ അവിടെ നിന്ന് നേരെ ഇതാ ഈ പോയിന്റ്സിലോട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ അപ്പോൾ നമുക്ക് വരച്ചതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു കെട്ടിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 2 സൈഡ് അടിച്ചു. അത് നമുക്ക് ഈ നമ്മൾ ലേബിൾ വെക്കാം. കാണാവും, ഇത് വെക്കാം കേട്ടോ. അപ്പം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ബാക്കിൽ നെക്ക് എടുക്കുക, മടക്കുക, ഹാഫായിട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കും ചോപ്പ് വെച്ച്. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗം അകത്താണേ ഇങ്ങനെ വെക്കും. പിന്നെ ചെയ്യും, പിന്നെ 2 സൈഡും മടക്കി ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കും. ഇനി നമുക്ക് ഈ ചോക്ക് മാർക്ക് തുടച്ച് കളയണം. ഈ ചോക്ക് മാർക്ക് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫൈനൽ ലുക്ക് ജസ്റ്റ് ആണ് ഇതൊക്കെ ഇട്ടത്. വലുതായിട്ടൊന്നും ഒരുങ്ങില്ല, കമ്മിലൊന്നും ഞാൻ എടുത്തില്ല. ജസ്റ്റ് ഒരു പൊട്ടൊക്കെ തൊട്ട് ഇതിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പം ഹായ് ഗൈസ്, അപ്പം ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ കമ്മലൊക്കെ ഇട്ട് കേട്ടോ അവസാനം. വിചാരിച്ച എന്തിനു കുറയ്ക്കണോ. അപ്പോൾ ഫൈനൽ ലുക്ക് കാണിക്കാം. ഇത് ഞാനൊരു ലൈറ്റ് ബ്ലൂ ജീൻസിൻ്റെ കൂടെയാണ് പെയർ ചെയ്തേക്കുന്നത്. അപ്പം എൻ്റെ ഫുൾ ലുക്ക് കാണിക്കാം.